ഇന്ന് ലോക HIV/AIDS ദിനമാണ്. HIV/AIDSൻ്റെ ഫുൾ ഫോം ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഇൻഫെക്ഷൻ ആൻഡ് അക്വേർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രം. ഇതാണ് അതിൻ്റെ ഫുൾ ഫോം. പക്ഷെ നമുക്ക് എയ്ഡ്സ് എന്ന് പറയുമ്പോഴാണ് എല്ലാ സാധാരണക്കാരനും മനസ്സിലാകുന്നത്. അപ്പോൾ ഇന്ത്യയിലെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ളത് മിസോറാമിലാണ്, രണ്ടാമത് നാഗാലാൻഡ്, മൂന്നാമത് മണിപ്പൂർ, അത് കഴിഞ്ഞിട്ട് ആന്ധ്ര, പിന്നെ തെലുങ്കാന. അപ്പോൾ HIV/AIDS കൂടുതലുള്ള ഈ മിസോറാമിൽ ഞങ്ങൾ ഒരു 3.5 വർഷത്തോളം വർക്ക് ചെയ്തു. അവിടെ ആയിരുന്ന സമയത്തൊക്കെ നമുക്ക് പറ്റുന്ന ടൈമിലൊക്കെ അതിൻ്റെ പ്രിവെൻഷനും അതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കണക്കനുസരിച്ച് എവരി ഇയർ ശരാശരി 100 കേസുകൾ കൂടുന്നുവെന്നാണ് കണക്ക്. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇപ്പോഴും ആ വൈറസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രിവെൻഷൻ നമുക്ക് എല്ലാവർക്കും നേരത്തെ തന്നെ അറിയാം, എല്ലാവരും അതിനെക്കുറിച്ച് അവെയറാണ്. അപ്പോൾ അതിൻ്റെ പ്രിവെൻഷനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സേഫ് സെക്സ് ആണ്. നമുക്കതിനറിയാം, അത് കേൾക്കുമ്പം തന്നെ സേഫായിട്ട് എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു സെക്സ് ലൈഫ് ലീഡ് ചെയ്യാം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അതുപോലെ ഷെയറിങ് നീഡിൽസ്, അതുപോലെ ഇഞ്ചെക്ഷൻസ്. അപ്പോൾ അത് നമുക്കറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരാളെ കുത്തിവെച്ചാൽ നീഡിൽ വെച്ച് നമ്മൾ വേറൊരാളെ കുത്തിവെക്കുന്നത് സേഫ് അല്ല. നമുക്കറിയില്ല ആർക്കാണ് ഈ വൈറസ് വാഹകർ, അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ, ഈ പ്രിവെൻഷനൊക്കെ നമ്മൾ പാലിക്കുക, ഈ ഒരു അപകടകരമാകുന്ന വൈറസിനെ ചെറുക്കുക. നമുക്കറിയാം കഴിഞ്ഞ ഒരു 3 വർഷത്തോളം കോവിഡ് എങ്ങനെയാണ് ഇവിടെ നാശം വിതച്ചത് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ പ്രിവെൻഷനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മാസ്ക് ധരിച്ചിട്ടുണ്ട്, എപ്പോഴും കൈ കഴുകുക, സാനിറ്റൈസ് ചെയ്യുക, അങ്ങനെ കുറേ കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ചവരാണ്. അപ്പോൾ ഇത് നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സേഫ് സെക്സ്, അത് മെയിൽ ആൻഡ് ഫീമെയിൽ കൊണ്ടം ഉപയോഗിക്കുക, അതുപോലെ ഷെയറിങ് നീഡിൽസ് അത് നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മൾ അതൊക്കെ ഉപയോഗിക്കേണ്ട സമയത്ത് അങ്ങനെയുള്ള അവെയർ ഉണ്ടെങ്കിൽ നമുക്കതിനെയൊക്കെ ചെറുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ HIV/AIDS വാഹകരെ സഹായിക്കുക, അവരെ തള്ളിക്കളയരുത്. അപ്പോൾ ഈ HIV/AIDS ലോകദിനത്തിൽ എല്ലാവർക്കും നല്ല ആയുരാരോഗ്യം നേരുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ HIV/AIDS തടയാൻ പല സംഘടനകളും അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കും നല്ലത് വരട്ടെ, നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ ഇടയാകട്ടെ. അപ്പം ഒരിക്കൽ കൂടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.